Jet planes in the night sky with you, getting high in the sunrise with you, getting through all the bad times with you. I wasn't missing a thing, now I do. And I wish that I could put a time machine, 'cause time moves on, and now you're gone. Oh, if only I could build a time machine, I'd come and get you. I can't forget you. I miss you, I miss you, I miss you. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ ട്രാവൽ ടെക്കിൻ്റെ മറ്റൊരു കിടിലൻ വീഡിയോ ബ്ലോഗിലേക്ക് സ്വാഗതം. സുഹൃത്തുക്കളെ, അപ്പോൾ പുതിയ ബൈക്കൊക്കെ എടുത്തു. ആ ബൈക്കുമായിട്ട് എനിക്ക് വയനാട്, അതായത് കൽപ്പറ്റയിൽ വരെ വരേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. നമ്മൾ സുഹൃത്തിനെ കാണേണ്ട ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കൽപ്പറ്റയിലേക്ക് എത്തിയതാണ്. അപ്പോൾ ഏതായാലും കൽപ്പറ്റ വന്ന സ്ഥിതിക്ക് നമുക്ക് ഹീറോ എക്സ്ട്രീമിൻ്റെ ഒരു അത്യാവശ്യം തെറ്റില്ലാത്ത ഒരു ലോങ് ഡ്രൈവ് തന്നെയാണ്. കാരണം നാട്ടിൽ നിന്ന് എടുത്ത് ഇപ്പോൾ ആകെ ഓടിയിട്ടുള്ളത്, വണ്ടി ഏകദേശം ഓടിയിട്ടുള്ളത് എന്ന് പറയുന്നത് ഒരു 317 കിലോമീറ്ററോളം നമ്മളെ വണ്ടി റൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹീറോ എക്സ്ട്രീമിൻ്റെ ഒരു ടെസ്റ്റ് ഡ്രൈവ് വീഡിയോ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഏതായാലും കൽപ്പറ്റയിൽ നിന്ന് മുത്തങ്ങയിലേക്ക് പോവാണ്. അപ്പോൾ മുത്തങ്ങ പോകുന്ന വഴിക്ക് വണ്ടീൻ്റെ ഒന്ന് കിടിലൻ ടെസ്റ്റ് ഡ്രൈവ് വീഡിയോ ഒന്ന് ചെയ്ത് നോക്കണമെന്നുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് വണ്ടീൻ്റെ ഹീറോ എക്സ്ട്രീമിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് വീഡിയോയിൽ കിടക്കാം. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് എന്തെങ്കിലും മുത്തങ്ങ ഫോറസ്റ്റ് കഴിഞ്ഞ് കർണാടക ചെക്ക് പോസ്റ്റായ ഗുണ്ടൽപേട്ടയുടെ അതിർത്തി വരെ പോകും. അപ്പോൾ പോകുന്ന വഴിക്ക് എന്തെങ്കിലും കിടിലൻ കാഴ്ചകളുണ്ടെങ്കിൽ അത് നമുക്ക് ക്യാമറയിൽ ഒപ്പിയെടുക്കാം. അപ്പോൾ നമുക്ക് ഹീറോ എക്സ്ട്രീമിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് വീഡിയോ, കാരണം നമ്മൾ നേരത്തെ വണ്ടി ഷോറൂമിൽ നിന്ന് എടുത്തു, എല്ലാവരും ആ ഷോറൂമിൽ നിന്നുള്ള ഡെലിവറി വീഡിയോ മാത്രമാണ് എല്ലാവരും കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് വണ്ടീൻ്റെ ഒരു നല്ല ടെസ്റ്റ് ഡ്രൈവ് വീഡിയോ, ഏകദേശം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ നാട്ടിൽ നിന്ന്, അതായത് എൻ്റെ നാടായ കാലിക്കറ്റിൽ നിന്ന് ഞാനിപ്പോൾ വയനാട് ജില്ലയിലെ കൽപ്പറ്റ വരെ എത്തി. എനിക്ക് യാതൊരുവിധ യാത്രാക്ഷീണമോ കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. ഏറ്റവും നല്ല റൈഡിങ് കംഫർട്ടൊക്കെ ഉള്ള നല്ലൊരു വണ്ടിയാണ്. പിന്നെ അതേപോലെ തന്നെ കമ്പനി പറഞ്ഞൊരു പ്രത്യേകത, 4 സെക്കൻഡ് കൊണ്ട് 60 കിലോമീറ്റർ സ്പീഡിലേക്ക് എത്താൻ കഴിയുന്നതാണ് കമ്പനി പറഞ്ഞത്. പക്ഷേ എനിക്ക് തോന്നി അത് ഏറ്റവും മികച്ച ഒരു ഓപ്ഷൻ തന്നെയാണ്. കാരണം വണ്ടി പെട്ടെന്ന് സ്പീഡ് കൂടുന്നുണ്ട്. അതേപോലെ തന്നെ വണ്ടിയുടെ ഒരു ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് നമുക്ക് ഒരു 57-60 കിലോമീറ്ററിലൊക്കെ നല്ല റൈഡിങ് കംഫർട്ടാട്ടോ. അതിലൊന്നും യാതൊരു വിധ രക്ഷയില്ല. ഞാൻ മാക്സിമം 95 സ്പീഡിൽ വരെ പോയി നോക്കിയിട്ടുണ്ട്. അതായത് 95 സ്പീഡിൽ വരെ ഞാൻ വണ്ടി ഓടിച്ച് നോക്കിയിട്ടുണ്ട്. അതിലൊന്നും എനിക്ക് പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല. ഇനി 95 എത്തിയപ്പോൾ പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ചെറുതായിട്ടൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് നമ്മളെ ബൂട്ടിൻ്റെ അടിയിൽ നിന്ന് ചെറുതായിട്ടൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് റൈഡിൽ സംസാരിക്കാം. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് എൻ ട്രാവൽ ടെക്. വണ്ടി ഈസി ആയിട്ട് 60 സ്പീഡിലേക്കൊക്കെ പെട്ടെന്ന് തന്നെ വണ്ടി എത്തുന്നുണ്ട് കേട്ടോ. വണ്ടി 60 സ്പീഡിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാലും, അതായത് 4 സെക്കൻഡ് കൊണ്ട് തന്നെ വണ്ടി 60 സ്പീഡിലേക്ക് എത്തുന്നുണ്ട്. അതുകൊണ്ട് അതുതന്നെ വണ്ടീൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, എടുത്തു പറയേണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. കാരണം നമ്മൾ വണ്ടി സ്പീഡ് കൂടുന്നത് ശരിക്കും അറിയുന്ന പോലുമില്ല. നല്ല കംഫർട്ട് ഉണ്ട് വണ്ടി. കാരണം വണ്ടി ഡബിൾ ഡിസ്ക് ആയതുകൊണ്ട് തന്നെ വണ്ടി നമ്മൾ എവിടെയാണോ പിടിച്ചെടുത്ത് വണ്ടി കിട്ടുന്നുണ്ട്. നമ്മൾ വണ്ടി എവിടെയാണോ നമ്മളെ കൈപ്പിടിയിൽ ഒരു ഒതുങ്ങുന്ന വാഹനം എന്ന് തന്നെ നമുക്ക് ഹീറോ എക്സ്ട്രീം SR-നെ വിശേഷിപ്പിക്കാം. വണ്ടി ഇപ്പോൾ ഒറ്റയടിക്ക് 55, 52, 53 കിലോമീറ്ററിലൊക്കെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയ ലോ RPM-ലാണുള്ളത്. ഇപ്പോൾ 67 ആയി. വണ്ടി സ്പീഡ് കൂടുന്നുണ്ടോ, തീരെ അറിയുന്നില്ല കേട്ടോ. വണ്ടി സ്പീഡ് നല്ല സുഖമുണ്ട്, നല്ല കംഫർട്ടുണ്ട് വണ്ടി ഡ്രൈവ് ചെയ്യാൻ.
അങ്ങനെ നമ്മൾ മുത്തങ്ങ എത്താനായി. അതായത് നമ്മൾ നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ആ മുത്തങ്ങയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ വണ്ടി നല്ല റൈഡിങ് കംഫർട്ട് കേട്ടോ, ഒരു രക്ഷയില്ല, നല്ല സുഖമാണ്. പിന്നെ യാത്രാസുഖം നല്ലോണ്ട്. ഇതിൻ്റെ ബാക്ക് നമ്മളെ ഈ ഡ്രൈവ് ചെയ്യുന്ന ആളെ സീറ്റ്, അതായത് നമ്മൾ വണ്ടി ഓടിക്കുന്ന ആളെ സീറ്റ് ഒരു കുയിലായതുകൊണ്ട് തന്നെ, പിന്നെ ബാക്കിലെ സീറ്റ് കുറച്ച് ഹൈറ്റ് ഉണ്ടായതുകൊണ്ട് നമുക്ക് ബാക്ക് സപ്പോർട്ട് നന്നാക്കി കിട്ടുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ മോണോ സസ്പെൻഷൻ ആയതുകൊണ്ട് തന്നെ വണ്ടിക്ക് കുലുക്കം അത്ര പെട്ടെന്ന് തന്നെ അറിയുന്നില്ല കേട്ടോ. വണ്ടിക്ക് മോണോ സസ്പെൻഷൻ ആയതുകൊണ്ട് വണ്ടിക്ക് കുലുക്കം അറിയുന്നില്ല. കാരണം നമ്മൾ ചെറിയ കുയിലൊക്കെ ചാടുന്ന സമയത്ത് നമുക്ക് കാര്യമായിട്ട് നമുക്ക് അത്ര എഫക്റ്റ് വരുന്നില്ല. പിന്നെ വണ്ടി പെട്ടെന്ന് നല്ല സ്പീഡ് കിട്ടും. ഇതിന് ഏറ്റവും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏറ്റവും വലിയ പ്രത്യേകിച്ച് വണ്ടി പെട്ടെന്ന് 50, 55, 60 ഒക്കെ കിടക്കുന്നുണ്ട്. പിന്നെ നല്ല ഡ്രൈവ് നല്ല സുഖമുണ്ട്. പിന്നെ നമ്മൾ ഏകദേശം ആ മുത്തങ്ങ ഫോറസ്റ്റിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിത് കഴിഞ്ഞ് നേരെ ഗുണ്ടൽപേട്ടിൻ്റെ അടുത്ത് ബോർഡർ വരെ നമുക്ക് ബന്ദിപ്പൂർ ഫോറസ്റ്റ് വരെ പോകണം. ബന്ദിപ്പൂർ ഫോറസ്റ്റിൽ വരെ നമുക്ക് എത്തണം. ബാംഗ്ലൂർ കോഴിക്കോട് സൂപ്പർ എക്സ്പ്രസ് ആണ് ഇപ്പോൾ പാസ് ചെയ്ത് പോയത്. KSRTCൻ്റെ ബാംഗ്ലൂർ കോഴിക്കോട് സൂപ്പർ എക്സ്പ്രസ് ഇപ്പോൾ നമ്മൾ പാസ് ചെയ്ത് പോയിട്ടുണ്ട്. കൊറോണൻ്റെ സമയത്തൊക്കെ ഇവിടെ ആയിരുന്നു കേട്ടോ നമ്മളെ പോലീസിന് ചെക്കിങ് വന്നിരുന്നത്. മുത്തങ്ങ എത്തുന്നതിന് മുമ്പ് ഇവിടെ ആയിരുന്നു പോലീസിൻ്റെ നമുക്ക് പോലീസിൻ്റെ ക്വാറൻറ്റൈൻ കണക്കുള്ള ചെക്കിങ് കാര്യങ്ങളൊക്കെ അവിടെ ചെക്ക് പോസ്റ്റ് ബോർഡറിലായിരുന്നു വന്നിരുന്നത്. അപ്പോൾ നമ്മളിതാ നേരെ മുത്തങ്ങ ചെക്ക് പോസ്റ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ലോറികളൊക്കെ നിർത്തിയിട്ടുണ്ട്. ഇതാ പോലീസിൻ്റെ ചെക്ക് പോസ്റ്റ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഈ റോഡ് വഴി പോയാൽ നമുക്ക് അനിമൽസിനെ കാണാൻ പറ്റും. ഇത് ചെറിയൊരു ഓഫ് റോഡാണ്. കുമ്പഴി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള ചെറിയൊരു ഓഫ് റോഡാണ്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് പോയി നോക്കാം. അനിമൽസിനെ കാണാൻ കൂടുതൽ സാധ്യതയുള്ള ഏരിയയാണ്. നമുക്ക് ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ നമ്മളിപ്പോൾ നേരെ മുത്തങ്ങ ചെക്ക് പോസ്റ്റിലേക്ക് എത്തുക. കാരണം അവിടെ വണ്ടിയിൽ ട്രക്കിംഗ് ഉണ്ട്, ജീപ്പിൽ ട്രക്കിംഗ് ഉണ്ട്. നമുക്ക് അത് കിട്ടുകയാണെങ്കിൽ ഒന്ന് കയറണമെന്നുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് നേരെ ബന്ദിപ്പൂർ ഒക്കെ ഒന്ന് കറങ്ങി ഈ ഏരിയയിലേക്ക് കുറച്ച് കഴിഞ്ഞിട്ട് എത്താം. അങ്ങനെ നമ്മൾ മുത്തങ്ങ ചെക്ക് പോസ്റ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മുത്തങ്ങ ചെക്ക് പോസ്റ്റിൽ നമ്മളെത്തി. മുത്തങ്ങ ഫോറസ്റ്റ് ഓഫീസിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടെ ജീപ്പ് സഫാരി ഉണ്ട്. അപ്പോൾ ജീപ്പ് സഫാരിക്ക് നമുക്ക് കയറാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. എത്ര രൂപയാണ് ജീപ്പ് സഫാരിക്ക് വരുന്നതെന്നും നമുക്കൊന്ന് നോക്കാം. ഇവിടെ ജീപ്പ് സഫാരിക്ക് 160 രൂപയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കയറാൻ പറ്റുമോ നോക്കട്ടെ. പറ്റുകയാണെങ്കിൽ നമ്മൾ കയറും. ഓക്കെ.
അങ്ങനെ ഇപ്പോൾ മുത്തങ്ങ ഫോറസ്റ്റിൽ ഞാൻ ട്രക്കിങ്ങിന് വേണ്ടി നോക്കി, പക്ഷേ സാധിക്കുന്നില്ല. കാരണം വെച്ചാൽ ഒരു ദിവസം 20 ജീപ്പാണ് ഈവനിങ് ടൈമിൽ കടത്തി വിടുക. അതേപോലെ തന്നെ പകൽ സമയങ്ങളിലും 20 ജീപ്പ് രാവിലെയും 20 ജീപ്പാണ് കടത്തി വിടുക. അപ്പോൾ ഇപ്പോൾ പോയി നോക്കുന്ന സമയത്ത് 20 ജീപ്പ് ഓൾറെഡി 3 മണി 3:30 പാസ് ചെയ്ത് പോയി. അപ്പോൾ ഇനി ഏതായാലും അതിൻ്റെ ഉള്ളിലേക്ക് 20 ജീപ്പ് ഒരു ദിവസം കടത്തിയ എൻട്രി കിട്ടിയിട്ടില്ല. അപ്പോൾ നേരെ നമ്മളിതാ ബന്ദിപ്പൂരിലേക്ക് തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ സഫാരിക്ക് വരുന്നതിനേക്കാളും കൂടുതൽ മൃഗങ്ങളെ നമുക്ക് ബന്ദിപ്പൂർ ഫോറസ്റ്റിലേക്ക് റൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടീൻ്റെ റൈഡ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. കാരണം ഇപ്പോൾ 20 ജീപ്പൊക്കെ ഒരുമിച്ച് പോകുന്ന സമയത്ത് ഈ ജീപ്പിൻ്റെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ മൃഗങ്ങൾ ഓടി ഓടും. അപ്പോൾ നമുക്ക് നേരെ ബന്ദിപ്പൂർ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ട് നമുക്ക് നേരെ അവിടുത്തെ ജസ്റ്റ് ഏതൊക്കെ അനിമൽസുള്ള എന്തൊക്കെ മൃഗങ്ങളെ കാണാൻ പറ്റും, ലക്ക് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് മൃഗങ്ങളെ കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. മുത്തങ്ങ വനത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മളിതാ കാട് സ്റ്റാർട്ട് ചെയ്തു. ഇത് കണ്ടല്ലോ, നേരെ ഓപ്പോസിറ്റ് വരുന്നത് ഉണ്ടല്ലോ, 20ഓളം ജീപ്പുകൾ നേരത്തെ വയനാട്ടിൽ നിന്ന് ട്രക്കിങ്ങിന് പോയ ജീപ്പുകളാണ് കടന്നു വരുന്നത്. അപ്പോൾ ഇത്രയും അധികം ജീപ്പുകൾ പോയി കഴിഞ്ഞാൽ മൃഗങ്ങളെ കാണാൻ സാധ്യത വളരെ കുറവാണ്. ഇത് മുഴുവൻ വയനാട് വൈൽഡ് ലൈഫിൻ്റെ ഉള്ളിലേക്ക് ട്രക്കിങ്ങിന് പോയ ജീപ്പുകളാണ്. നമ്മളെ വണ്ടി ഇത് നല്ല സ്മൂത്താട്ടോ, ഓടിക്കാൻ നല്ല സുഖമാണ്. മയിലുണ്ട്, പക്ഷേ ക്യാമറയിൽ കൊടുക്കുന്നില്ല, ഗോപ്രോയിൽ കൊടുക്കാൻ സാധ്യത കുറവാണ്. ഇത് ആന കണ്ടോ? ആന കണ്ടത്? ആനയെ കാണാവുന്ന ആന. ഇപ്പൊ എന്താ ആന ഉണ്ട് കേട്ടോ റോഡ് സൈഡിൽ. ആനനെ കാണാതാ, ആനയെ കാണാവുന്ന. ണ്ടല്ല കാണുന്നതാണ് ആന. അതൊരു ആനക്കുട്ടീനെ കാണാം. ആനക്കുട്ടിയാണ്, കൊറ്റയാനാണ്, പിടിയാനാണ്. അപ്പോൾ നമുക്ക് തിരിക്കാം. ഞാൻ ആനനെ കാണാൻ വേണ്ടിയിട്ടൊന്ന് വണ്ടി തിരിച്ചതായിരുന്നു. നമുക്ക് ഒന്നുകൂടി തിരിച്ചിട്ട് അങ്ങോട്ടേക്ക് റൈഡ് ചെയ്യാം. എന്തായാലും ഇഷ്ടം പോലെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ തോൽപ്പെട്ടിയിൽ ട്രക്കിങ് എടുക്കുന്ന സഫാരി എടുക്കുന്നതിനേക്കാൾ നല്ലൊരു വണ്ടിയുള്ളവർക്ക് നേരെ ബന്ദിപ്പൂരിലേക്ക് പിടിക്കും. ഇഷ്ടം പോലെ മൃഗങ്ങൾ നമുക്ക് കാണാൻ ലക്കുണ്ടെങ്കിൽ കാണാൻ സാധിക്കും കേട്ടോ, ഉറപ്പായിട്ടും. ആന ഇവിടെ കാടിന് പുല്ല് കൈ ഉയർത്തി കാണിക്കുന്നുണ്ട്. ഇത്ര അടുത്ത് ആദ്യമായിട്ടാണ് ആനനെ കാണുന്നത്. ഇത്ര അടുത്ത് ആദ്യമായിട്ടാണ് ആനനെ കാണുന്നത്. ഇത്ര അടുത്ത് മറ്റേ കാട്ടാൻ തന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഏതായാലും ആൻ്റെ അടുത്ത് ഇത്ര നേരം നിൽക്കുന്നത് സേഫ്റ്റി അല്ല, അതുകൊണ്ട് വണ്ടി എടുത്ത് പോവാണ്. ഏത് സമയം ഇങ്ങോട്ട് കടന്നു വരും. നമ്മളിപ്പോൾ ആനനെ കണ്ട് മുത്തങ്ങ സാങ്ച്വറിയിലേക്ക് കയറുന്ന, അതായത് മുത്തങ്ങ വൈൽഡ് ലൈഫിലേക്ക് കയറുന്ന ഈ സമയത്ത് തന്നെയാണ് നമ്മൾ ആനനെ കണ്ടത്. അപ്പോൾ എന്തായാലും നമുക്ക് മൃഗങ്ങളെ ഉണ്ടാകും തന്നെയാണ് പ്രതീക്ഷ. നമുക്ക് പോയി നോക്കാം ബന്ദിപ്പൂർ വരെ എന്തൊക്കെ മൃഗങ്ങളെ കാണാൻ പറ്റും. അതേ വണ്ടി നിർത്തിയിട്ട് ഫോറസ്റ്റ് ഓഫീസേഴ്സ് നടന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. വണ്ടി നിർത്താൻ പാടില്ല, അനിമൽസിനെ കണ്ടു കഴിഞ്ഞാൽ വണ്ടി നിർത്താൻ പാടില്ല അങ്ങനെയാണ്. നമ്മൾ പൊൻകുഴി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തുന്നതിന് മുമ്പാണ് കേട്ടോ ഈ ആനനെ കണ്ടത്. പൊൻകുഴിയിലേക്ക് എത്തുന്നതിന് മുമ്പാണ് നമ്മൾ ഈ ആനനെ കണ്ടത്. ഇവിടെ നമ്മൾ റോഡ് സൈഡിൽ
അതായത് ഇപ്പം മുത്തങ്ങ ഫോറസ്റ്റിനുള്ളിലേക്ക് ഫോറസ്റ്റിനുള്ളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നെല്ലിക്ക കച്ചവടം ചെയ്യുന്നത് കാണാം. ചെറിയ കുട്ടികളെ ഏറ്റിട്ട് ഓരോരോ അമ്മമാർ അന്നത്തെ ഉപജീവനമാർഗത്തിന് വേണ്ടിയിട്ട് കാട്ടുനെല്ലിക്ക കച്ചവടം ചെയ്യുന്നത് നമുക്ക് കാണാം. ശരിക്കും ഇവരുടെ ജീവിതം നമ്മൾ നേരത്തെ എല്ലാ സോഷ്യൽ മീഡിയയിലും കണ്ടിട്ടുണ്ട്. ഇതുപോലെയുള്ള ആളുകൾ കച്ചവടം ചെയ്യുന്നതും അവരോട് തർക്കിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഞാൻ തിരിച്ചു വരുമ്പോൾ കുറച്ച് നെല്ലിക്ക വാങ്ങണം വിചാരിക്കുന്നുണ്ട്. തിരിച്ചു വരുമ്പോൾ അവരുണ്ടാകുകയാണെങ്കിൽ ഞാൻ എന്തായാലും നെല്ലിക്ക വാങ്ങിക്കണം. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മുത്തങ്ങ വനത്തിൽ കൂടിയാണ്. നമ്മൾ കോഴിപ്പട്ടി അടുക്കാൻ വേണ്ടി പോവാണ്. ഇത് വീണ്ടും ഒരു മാൻ ഇങ്ങനെ നിന്ന് പുല്ല് ഇരുന്നത്. മാനല്ല, മാൻകൂട്ടം തന്നെയാണ്. 2 മാനുകൾ. ക്യാമറ ഗോപ്രോ ആയതുകൊണ്ട് തന്നെ ഇത് സൂം ചെയ്യാനുള്ള ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇത് സൂപ്പർ വ്യൂ മോഡായതുകൊണ്ട് സൂം ചെയ്യാൻ സാധിക്കുന്നില്ല. ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് തോന്നുന്നത് ഹമ്പാണ്. ഓരോ ഇത്ര മീറ്ററിൻ്റെ ഉള്ളിൽ ഹമ്പിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഡ്രൈവിങ്ങിന് ചെറുതായിട്ടൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ വണ്ടി തിരിച്ചിട്ടോ, നമ്മളിനി നേരെ മുത്തങ്ങയിലേക്ക് തിരിച്ചു പിടിക്കുകയാണ്. കാരണം ഇവിടെ ചെക്ക് പോസ്റ്റിൽ ഭയങ്കര ചെക്കിങ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വണ്ടിക്ക് നമ്പർ ഇടാത്തതുകൊണ്ട് ടെമ്പററി നമ്പറൊക്കെ ഉണ്ട്, പക്ഷേ നമ്പർ ഇടാത്തതുകൊണ്ട് പിന്നെ ചെക്ക് പോസ്റ്റ് കിടന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമാവും. അപ്പോൾ സ്വാഭാവികമായിട്ടാണ് നമ്മൾ തിരിച്ച് നേരെ വീട്ടിലേക്ക് തിരിക്കുകയാണ്. ഇതിലപ്പോൾ ഒരു ഹമ്പാണ് നമ്മൾ ചാടിയത്. അത്യാവശ്യം നല്ലൊരു സസ്പെൻഷനും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അങ്ങനെ നേരെ ബന്ദിപ്പൂരിൽ നിന്ന് നമ്മൾ പോന്നിട്ട് മുത്തങ്ങ എത്തി. മുത്തങ്ങ പിന്നെ മൃഗങ്ങളൊന്നും കാണാത്ത വീഡിയോ ഷൂട്ട് ചെയ്തില്ല. അപ്പോൾ നേരെ ഇപ്പോൾ വയനാട് ചുരത്തിനായിട്ടുള്ളത്. വയനാട് ചുരം ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് ട്രാവലിങ്ങിന് പറ്റിയൊരു വണ്ടി തന്നെയാണ് ഹീറോ എക്സ്ട്രീം 160R എന്നുള്ള സംശയമില്ല. അപ്പോൾ ഇനിയും നമുക്ക് ഹീറോ എക്സ്ട്രീം 160R വന്നിട്ട് നല്ല ഒരു യാത്രകൾ പോകണം. ഇനിയും നമുക്ക് ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഉടനടി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഇനിയും നല്ലൊരു കിടിലം യാത്രാ വീഡിയോയുമായി എത്തുന്നതുവരെ സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം നിയാസ് അഹമ്മദ്. ഗുഡ് ബൈ ആൻഡ് ട്രാവൽ ടെക്.